വെൽക്കം ടു ഐഷസ് അക്കാഡമി. അപ്പോൾ നമ്മൾ ഇന്ന് ഡിവിഡൻഡ് പോളിസീസ് ആണ് പഠിക്കുന്നത്. ഡിവിഡൻഡ് പോളിസീസ് എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഈ ഡിവിഡൻഡിൻ്റെ ഏരിയയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഏതെന്ന് പറയുന്നത് ഡിവിഡൻഡ് പോളിസീസ്. ഓക്കെ, അപ്പോൾ ഡിവിഡൻഡ് പോളിസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് 5 മാർക്സിനും ചോദിക്കാറുണ്ട്. സാധാരണ എസ്എ ക്വസ്റ്റൻ ആയിട്ടൊക്കെ വരാറുണ്ട് ഡിവിഡൻഡ് പോളിസി എന്നുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ അതുപോലെ തന്നെ ഈ ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് പോളിസി പഠിക്കുന്നതിന് മുന്നേ നമ്മൾ എന്താണ് ഡിവിഡൻഡ് എന്നും അതിൻ്റെ ടൈപ്സും അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം ഈ ടൈപ്സ് ഓഫ് ഡിവിഡൻഡിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് 2 മാർക്സിന് ചോദിക്കുക, പിന്നെ ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് 5 മാർക്സ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുക. സോ നമുക്ക് എന്താണ് ഡിവിഡൻഡ് എന്ന് ആദ്യം നോക്കാം, എന്നിട്ട് ആ ടൈപ്സ് ഓഫ് ഡിവിഡൻഡിലോട്ട് പോകാം. അപ്പോൾ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ. ആ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഏണിങ്സിൻ്റെ പോർഷൻ distributed to the shareholders. എന്താണെന്ന് പറയുന്നത്, ആ ഡിവിഡൻഡ് റെഫേഴ്സ് ടു ദാറ്റ് പോർഷൻ ഓഫ് ഏണിങ്സ് ഓഫ് ദ കമ്പനി ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഇറ്റ് ഷെയർ ഹോൾഡേഴ്സ്. ഒരു കമ്പനി അവരുടെ ഏണിങ്സിൻ്റെ ഒരു പോർഷൻ അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്ത് കൊടുക്കുന്നു, ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിവിഡൻഡ്. ഒരു പേഴ്സൺ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ, ആ ഡിവിഡൻഡ് എന്ന് പറയുന്ന ആ ഒരു ഇൻകത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ എന്തായിട്ട് ആ ഷെയർ ഹോൾഡേഴ്സിന് ഏണിങ്സ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന ആ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന പോർഷനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഡിവിഡൻഡ് പ്രധാനമായും 5 ടൈപ്സ് ഡിവിഡൻഡാണുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് പറയുന്നത് ക്യാഷ് ഡിവിഡൻഡ്. എന്താണ് ക്യാഷ് ഡിവിഡൻഡ്? ആ പേര് കേൾക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും. ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ക്യാഷായിട്ട് കൊടുക്കുന്ന അല്ലേ, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ഈസ് ടേംഡ് ആസ് ക്യാഷ് ഡിവിഡൻഡ് എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഈ ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടാക്സബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതൊരു ഷെയർ ഹോൾഡറിൻ്റെ എന്താണ് ഒരു ഓപ്ഷനാണ്. ഡിവിഡൻഡ് ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്യണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫോമായിട്ട് റിസീവ് ചെയ്യണോ എന്നുള്ളത് നമ്മുടെ ഷെയർ ഹോൾഡറിൻ്റെ ഒരു ഓപ്ഷനാണ്. അപ്പോൾ എനിവേ ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ഈസ് ടേംഡ് ആസ് ക്യാഷ് ഡിവിഡൻഡ്. അടുത്ത സെക്കൻഡ് ഏതാണ്, സ്റ്റോക്ക് ഡിവിഡൻഡ്. അപ്പോൾ സെക്കൻഡ് നമ്മൾ ഏതെന്ന് പറയുന്നത് സ്റ്റോക്ക് ഡിവിഡൻഡ്. അപ്പോൾ സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ എന്തിൻ്റെ ഫോമിലല്ല, ക്യാഷിൻ്റെ ഫോമിലല്ല, സ്റ്റോക്കിൻ്റെ ഫോമിൽ അല്ലെങ്കിൽ സ്റ്റോക്കായിട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റോക്ക് ഡിവിഡൻഡ് റെഫേഴ്സ് ടു ദി ഡിവിഡൻഡ് ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ദ ഷെയർ ഹോൾഡേഴ്സ് ഫ്രോം ദ ഏണിങ്സ് ഇൻ ദ ഫോം ഓഫ് അഡീഷണൽ ഫോമാണ്, ക്യാഷ് അല്ലാത്തൊരു ഫോമിലോട്ട്, അതായത് ഷെയർസ് ആയിട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു, സ്റ്റോക്സ് ആയിട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു നമ്മൾ പറയുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ആ സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് ഏതാണ്, ക്യാഷ് ഡിവിഡൻഡ്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു സ്റ്റോക്ക് ഡിവിഡൻഡ് പറഞ്ഞു. അടുത്ത മൂന്നാമത് പറയുന്നത് ഏതാണ്, പ്രോപ്പർട്ടി ഡിവിഡൻഡ്. ഒരു കമ്പനിക്ക് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാനുള്ള 2 വേസ് നമ്മൾ പറഞ്ഞു. ഒന്ന് ക്യാഷായിട്ട് ഇഷ്യൂ ചെയ്യാം, പിന്നെ സ്റ്റോക്കായിട്ട് കൊടുക്കാം, ആൻഡ് ഇൻ ദ ഫോം ഓഫ് പ്രോപ്പർട്ടി ഓൾസോ. അതായത് പ്രോപ്പർട്ടീസിൻ്റെ എന്തെങ്കിലും പ്രോപ്പർട്ടിയുടെ ഫോമിൽ വേണമെങ്കിൽ, ഇപ്പോൾ ഒരു ഷെയർ ഹോൾഡറിന് അല്ലെങ്കിൽ ഒരു കൂട്ടം ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷായിട്ട് കൊടുക്കണ്ട അല്ലെങ്കിൽ സ്റ്റോക്കായിട്ട് കൊടുക്കണ്ട, പകരം എന്ത് ചെയ്താൽ മതി, ഇന്ന പ്രോപ്പർട്ടി ഷെയർ അത് എന്തായിട്ട് ഡിവിഡൻഡായിട്ട് ഇന്ന പ്രോപ്പർട്ടി ഇഷ്യൂ ചെയ്ത് കൊടുക്കുക, അതിൻ്റെ വാല്യൂ എന്തായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം, ഡിവിഡൻഡായിട്ട് ട്രീറ്റ് ചെയ്യാം. അങ്ങനത്തെ ഡിവിഡൻഡ് നമ്മൾ എന്തെന്ന് പറയും, ആ പ്രോപ്പർട്ടി ഡിവിഡൻഡ് എന്ന് പറയും. Property dividend refers to the individual the dividends that are paid to the shareholders of the firm in the form of some property. എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടിയുടെ രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടിയുടെ ഫോമിൽ ഒരു കമ്പനി അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ഡിവിഡൻഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആ പ്രോപ്പർട്ടി ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ടൈപ്പ് ഏതാണ്, അടുത്ത ടൈപ്പ് നമുക്ക് നോക്കാം, ലിക്വിഡേറ്റിംഗ് ഡിവിഡൻഡ്. അപ്പോൾ ലിക്വിഡേറ്റിംഗ് ഡിവിഡൻഡ് പേര് കാണുമ്പോഴത്തേക്ക് നമ്മളത് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യുന്നത് എപ്പോഴായിരിക്കാം, മേ ബി അറ്റ് ദ ടൈം ഓഫ് ലിക്വിഡേഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ നോക്ക്, ലിക്വിഡേറ്റിംഗ് ഡിവിഡൻഡ് റെഫേഴ്സ് ടു ദി ഡിവിഡൻഡ് that are paid to the shareholders by the firm at the time of partial or fully bankruptcy or while ceasing the business operation. 2 കാര്യമാണ് അവിടെ പറയുന്നത്. ഏതൊക്കെ ടൈമിലായിരിക്കാം, പാർഷ്യലി ഓർ ഫുള്ളി ബാങ്ക്രപ്സി. അപ്പോൾ ബിസിനസ്സിൻ്റെ എന്താണ് ബാങ്ക്രപ്സി ടൈമിലോ അല്ലെങ്കിൽ ആ ബിസിനസ് എന്ത് ചെയ്യാൻ പോകുന്നു, സീസിങ് ദ ഓപ്പറേഷൻ, ദാറ്റ് മീൻസ് ഗോയിങ് ടു ലിക്വിഡേറ്റിംഗ് ദ ഫേം. ഈ ഒരു ടൈമിൽ ആർക്ക്, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ഡിവിഡൻഡിനെ നമ്മൾ എന്തെന്ന് പറയും, ആ ലിക്വിഡേറ്റിംഗ് ഡിവിഡൻഡ് എന്ന് പറയും. ഓക്കെ, അടുത്ത ലാസ്റ്റ് വൺ എന്താണ്, സ്ക്രിപ്പ് ഡിവിഡൻഡ് ആണ്. സ്ക്രിപ്പ് ഡിവിഡൻഡ് റെഫേഴ്സ് ടു ദ ഡിവിഡൻഡ് ദാറ്റ് ആർ issued in the form of promissory notes or certificates. അപ്പോൾ
പ്രോമിസറി നോട്ട്സിൻ്റെയോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സിൻ്റെയോ ഫോമിൽ കമ്പനി അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ, ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അസ്ക്രിപ്റ്റ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ 5 ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് ഏതൊക്കെയാണ്? ഇനി മറക്കരുത്, ക്യാഷ് ഡിവിഡൻഡ്, പിന്നെ ഏതാണ് ക്യാഷ് ഡിവിഡൻഡ്, സ്റ്റോക്ക്, പ്രോപ്പർട്ടി, ലിക്വിഡേറ്റിംഗ് ആൻഡ് സ്ക്രിപ്റ്റ് ഡിവിഡൻഡ്. അങ്ങനെ 5 ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞു. അടുത്ത് നമുക്ക് ഏതിലോട്ട് പോവാം, ആ ഡിവിഡൻഡ് പോളിസീസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഇതൊരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ഒരു പോളിസിയാണ്. ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനിയുടെ ഒരു പോളിസിയാണ്. ഈ പോളിസിയിൽ പറയുന്നത് കമ്പനി ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിൻ്റെ എത്രമാത്രം ഫേമിൽ റീറ്റെയിൻ ചെയ്യണം, എത്ര പോർഷൻ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡായിട്ട് ഇഷ്യൂ ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു പോളിസിയാണ് എന്തെന്ന് പറയുന്നത്, ആ ഡിവിഡൻഡ് പോളിസി. എന്താണെന്ന് നോക്കാം. ഡിവിഡൻഡ് പോളിസി ഡിറ്റർമിൻ ദ എമൗണ്ട് ഓഫ് ഏർണിങ്സ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഡിവിഡൻഡ് പോളിസി എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നു? ആ എമൗണ്ട്, എത്ര പോർഷനാണ്, അല്ലെങ്കിൽ എത്ര എമൗണ്ടാണ് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നും, ആൻഡ് ദ എമൗണ്ട് ടു ബി റീറ്റെയിൻഡ് ഇൻ ദ കമ്പനി ആസ് റിട്ടേൺഡ് ഏർണിങ്സ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഒരു പ്രൊപ്പോർഷൻ ഫിക്സ് ചെയ്യണം. അതായത് ഇത്രയും പ്രോഫിറ്റ് ഉണ്ടായി, അതിൽ എത്ര ഫേമിൽ റീറ്റെയിൻ ചെയ്യണം, എത്ര ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് ഫിക്സ് ചെയ്യുന്ന ഒരു പോളിസിയാണ് എന്തെന്ന് പറയുന്നത്, ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി നമ്മൾ ഡിവിഡൻഡ് പോളിസിയെ രണ്ടായിട്ട് റെഗുലർ ഡിവിഡൻഡ് പോളിസി എന്നും സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി എന്നുമാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. ഈ ഒരു ഏരിയ മിക്കവാറും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസിലും എന്ത് ചെയ്യുന്നതാണ്, ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ റെഗുലർ ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് അറ്റ് ദ യൂഷ്വൽ റേറ്റ് ഈസ് ടേംഡ് ആസ് റെഗുലർ ഡിവിഡൻഡ് പോളിസി. ദാറ്റ് മീൻസ് എന്താണ്, അവിടെ ഈ ഒരു ഡിവിഡൻറ്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു യൂഷ്വൽ റേറ്റ് ഉണ്ട്, ഒരു ഫിക്സഡ് റേറ്റ് ഉണ്ട്. ആ റേറ്റിൽ എന്ത് ചെയ്ത് കൊടുക്കും, എല്ലാ വർഷം ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കാറുണ്ട്, ഡിവിഡൻറ്റ് കൊടുക്കാറുണ്ട്. ദ ഇൻവെസ്റ്റേഴ്സ് സച്ച് ആസ് റിട്ടയർഡ് പേഴ്സൺസ് ആൻഡ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ്, ഇങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സിന് ഇത് വളരെ എന്താണ്, ബെനിഫിഷ്യലാണ്. റെഗുലർ ആയിട്ടുള്ള ഒരു ഇൻകം എന്ത് ചെയ്യും, അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ റെഗുലർ ഡിവിഡൻറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ് അറ്റ് ദ യൂഷ്വൽ റേറ്റ് ഓഫ് അല്ലെങ്കിൽ യൂഷ്വൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ടേംഡ് ആസ് റെഗുലർ ഡിവിഡൻറ്റ് പോളിസി. അപ്പോൾ ഇങ്ങനെ ഒരു റെഗുലർ ഡിവിഡൻറ്റ് പോളിസി ഫോളോ ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? ഇറ്റ് എസ്റ്റാബ്ലിഷ് എ പ്രോഫിറ്റബിൾ റെക്കോർഡ് ഓഫ് ദ കമ്പനി. ഇങ്ങനെ ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ഡിവിഡൻറ്റ് ഇഷ്യൂ ചെയ്യുന്നത് വഴി കമ്പനിയുടെ എന്താണ്, ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള റെക്കോർഡ്സിന് അത് കാരണമാകുന്നു. ഇറ്റ് ക്രിയേറ്റ്സ് കോൺഫിഡൻസ് എമംഗ് ദി ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് എന്തുണ്ടാവും, ഒരു കോൺഫിഡൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന എമൗണ്ടിന് ഒരു റെഗുലറായിട്ട് എന്ത് വരുമ്പോഴത്തേക്കും ഒരു റിട്ടേൺ വരുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ തീർച്ചയായിട്ടും എന്തുണ്ടാവും, ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അടുത്ത് പറയുന്നത് ഇറ്റ് എയ്ഡ്സ് ഇൻ ലോങ് ടേം ഫിനാൻസിങ് ആൻഡ് റെൻഡേഴ്സ് ഫിനാൻഷ്യൽ ഈസിയസ്. അപ്പോൾ ഇതൊരു ലോങ് ടേം എന്താണ്, ഫിനാൻസിങ്ങിന് സഹായിക്കുന്നു. ഇങ്ങനെ റെഗുലറായിട്ടൊരു ഇൻകം വരുന്നത് കൊണ്ട് ഇൻവെസ്റ്റേഴ്സിനും അത് ബെനിഫിഷ്യലാണ്. കമ്പനിയുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ കമ്പനിക്കും തീർച്ചയായിട്ടും ഇത് ബെനിഫിഷ്യലാണ്. കാരണം ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവർ വീണ്ടും എന്ത് ചെയ്യാൻ ശ്രമിക്കും, അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അത്തരത്തിലൊരു ലോങ് ടേം ഫിനാൻസിങ്ങും കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻഷുർ ചെയ്യാൻ പറ്റും. ഇറ്റ് സ്റ്റെബിലൈസ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ്. ഇതുവഴി കമ്പനിയുടെ ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും, അത് ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റേബിളായിട്ട് കൊണ്ടുപോകാൻ, ഒരുപാട് കുറയാതെ സ്റ്റേബിളായിട്ട് കൊണ്ടുപോകാനുള്ള സഹായിക്കുന്ന ഒരു പോളിസിയാണ് റെഗുലർ ഡിവിഡൻറ്റ് പോളിസി എന്ന് പറയുന്നത്. ആൻഡ് ദ ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സ് വ്യൂ ഡിവിഡൻഡ് ആസ് എ സോഴ്സ് ഓഫ് ഫണ്ട് ടു മീറ്റ് ദെയർ ഡേ ടു ഡേ ലിവിങ് എക്സ്പെൻസ്. അതായത് സാധാരണ ഒരു ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അവർക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ റെഗുലറായിട്ട് എന്ത് കിട്ടുന്നത് തന്നെയാണ്, ഒരു ഇൻകം കിട്ടുന്നതാണ് ഏറ്റവും ബെറ്റർ. അത് അവരുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് സഹായിക്കുന്ന ഒരു ഇൻകം സോഴ്സായിട്ട് മാറും എന്നുള്ളതും റെഗുലർ ഡിവിഡൻറ്റ് പോളിസിയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അപ്പോൾ ഡിവിഡൻറ്റ് പോളിസിയിൽ ഫസ്റ്റ് വൺ റെഗുലർ ആൻഡ് ഇറ്റ്സ് ബെനിഫിറ്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്തത്, പറഞ്ഞത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്നറിയാമോ, നമ്മുടെ എന്താണ് സ്റ്റേബിൾ ഡിവിഡൻറ്റ് പോളിസി എന്താണെന്നുള്ളതാണ്. സ്റ്റേബിൾ ഡിവിഡൻറ്റ് പോളിസി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സ്റ്റേബിൾ ഡിവിഡൻറ്റ് പോളിസിയിൽ വരുമ്പോഴത്തേക്കും സ്റ്റെബിലിറ്റി ഓഫ് ഡിവിഡൻസ്, അതായത് ഡിവിഡൻറ്റിൽ എന്തുണ്ടാകുന്നുണ്ട്, ഒരു സ്റ്റെബിലിറ്റി, സ്ഥിരമായിട്ടുള്ള ഒരു ഡിവിഡൻ്റാണ് അവിടെ കിട്ടുന്നതെന്നാണ് അതിൻ്റെ ഒരു മീനിങ്. നോക്കാം, അതായത് മീൻസ് കൺസിസ്റ്റൻസി ഓർ lack of variability in the stream of dividend
പേയ്മെൻറ്റ്സ്. അപ്പോൾ ഈ ഒരു സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസിയിൽ 3 തരത്തിലുള്ള ഡിവിഡൻ്റാണ് കൊടുക്കുന്നത്. സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസിയിൽ 3 തരത്തിലുള്ള ഡിവിഡൻ്റാണ് കൊടുക്കുന്നത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കോൺസ്റ്റൻറ്റ് ഡിവിഡൻഡ് പെർ ഷെയർ, സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസിയാണ് നമ്മൾ പറയുന്നത്. അതിനകത്ത് ഒന്നാമത്തത് കോൺസ്റ്റൻറ്റ് ഡിവിഡൻഡ് പെർ ഷെയർ. സം കമ്പനീസ് ഫോളോ എ പോളിസി ഓഫ് പേയിങ് ഫിക്സഡ് ഡിവിഡൻഡ് പെർ ഷെയർ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലെവൽ ഓഫ് ഏണിങ്സ് ഇയർ ആഫ്റ്റർ ദ ഇയർ. അതായത് ചില കമ്പനീസ് എന്ത് ചെയ്യുന്ന അറിയാമോ, ഒരു ഷെയറിന് അല്ലെങ്കിൽ പെർ ഷെയറിന് ഇത്ര തന്നെ, അവരെന്ത് നോക്കൂല, ഏണിങ്സ് നോക്കൂല. ഏണിങ്സ് എത്രയായാലും പെർ ഷെയറിന് ഇത്രയാണ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോൺസ്റ്റൻറ്റ് ഡിവിഡൻഡ് പെർ ഷെയർ. പെർ ഷെയറിൻ്റെ ഡിവിഡൻഡ് അവിടെ എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസിയിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്, കോൺസ്റ്റൻറ്റ് ഡിവിഡൻഡ് പെർ ഷെയർ ആണ്. അടുത്ത് പറയുന്നത് കോൺസ്റ്റൻറ്റ് പേ ഔട്ട് റേഷ്യോ. എന്താണത്? കോൺസ്റ്റൻറ്റ് പേ ഔട്ട് റേഷ്യോ മീൻസ് പേയ്മെൻറ്റ് ഓഫ് എ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് നെറ്റ് ഏണിങ്സ് ആസ് ഡിവിഡൻഡ് എവറി ഇയർ. അതായത് നെറ്റ് ഏണിങ്സിൻ്റെ പെർ ഷെയർ അല്ല അവിടെ നോക്കുന്നത്, ടോട്ടൽ ഏണിങ്സിൻ്റെ ഒരു എന്താണ് ഇത്ര പെർസെൻറ്റേജ്, സപ്പോസ് 20%, 30%, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോൺസ്റ്റൻറ്റ് പേ ഔട്ട് റേഷ്യോ. അപ്പോൾ സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസിയിൽ ആദ്യം നമ്മൾ പറഞ്ഞത് കോൺസ്റ്റൻറ്റ് ഡിവിഡൻഡ് പെർ ഷെയർ, അതായത് പെർ ഷെയറിന് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഡിവിഡൻഡ്. അടുത്ത് സെക്കൻഡ് പറഞ്ഞത് എന്താണ്, കോൺസ്റ്റൻറ്റ് പേ ഔട്ട് റേഷ്യോ. ദാറ്റ് മീൻസ് എല്ലാ വർഷവും ഉണ്ടാകുന്ന ഏണിങ്സിൻ്റെ 20% അല്ലെങ്കിൽ 30%, ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ആ കോൺസ്റ്റൻറ്റ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടൈപ്പ്, ലാസ്റ്റ് ടൈപ്പ് ഏതാണ്, സ്റ്റേബിൾ റുപ്പി ഡിവിഡൻഡ് പ്ലസ് എക്സ്ട്രാ ഡിവിഡൻഡ്. എന്താണ് ആ സംഭവം നോക്കാം. സ്റ്റേബിൾ റുപ്പി ഡിവിഡൻഡ് പ്ലസ് എക്സ്ട്രാ ഡിവിഡൻഡ് എന്നുള്ളതാണ്. അതായത് സം കമ്പനീസ് ഫോളോസ് എ പോളിസി ഓഫ് പേയിങ് കോൺസ്റ്റൻറ്റ് ലോ ഡിവിഡൻഡ് പെർ ഷെയർ. അതായത് പെർ ഷെയറിൻ്റെ ഡിവിഡൻഡ് കുറവായിരിക്കും, ലോ ആയിരിക്കും. എന്നിട്ട് എന്തറിയാമോ, ഇതിന് അഡീഷണൽ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലസ് എക്സ്ട്രാ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു കമ്പനി 20% ആണ് ഒരു ഷെയർ ഹോൾഡറിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിലൊരു 15% ഒക്കെ മാത്രം പെർ ഷെയറിന് കൊടുത്തിട്ട് ബാക്കി 5% എന്ത് പറയും, എക്സ്ട്രാ ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ട് പ്ലസ് ഷെയർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ സ്റ്റേബിൾ റുപ്പി ഡിവിഡൻഡ് പ്ലസ് എക്സ്ട്രാ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ എല്ലാ എക്സാംസിനും യൂസ്ഫുൾ ആകുന്ന ഒരു ക്ലാസ്സസ് ആണ്. സോ ഇത് കണ്ടിട്ട് മാത്രം എക്സാമിന് പോവുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അടുത്തുള്ള ടോപ്പിക്സ്, അതായത് ഡിവിഡൻഡ് തിയറീസ് ഉണ്ട്, അതാണ് അടുത്ത ക്ലാസ്സിൽ വരുന്നത്. ആ ക്ലാസ്സും എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.